നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചോറിനും ചപ്പാത്തിക്കും പറ്റിയ ഒരു കിടിലൻ പരിപ്പ് കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. 2 ഇടത്തരം തക്കാളി, 1 സവോള, 4 പച്ചമുളക്, വെളുത്തുള്ളി 2 അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ ഇത് ചെറുപയർ പരിപ്പ് 1/2 കപ്പ്, തുവരപ്പരിപ്പ് 1/2 കപ്പ്. ഇത്രയുമാണ് പരിപ്പ് കറിക്ക് എടുത്തിട്ടുള്ളത്. ഇനി പരിപ്പ് നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. സവോളയും തക്കാളിയും പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. തക്കാളി തൊലി കളഞ്ഞാണ് ഇട്ടിട്ടുള്ളത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇത് ഇട്ട് കൊടുക്കുന്നത് പരിപ്പ് തിളച്ച് തൂകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഇനി മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. എയർ വന്നതിന് ശേഷം വെയിറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇനി തുറന്ന് നോക്കാം. പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് അത്യാവശ്യം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒത്തിരി നീണ്ടു പോകരുത്. ഉപ്പ് നോക്കിയ ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അടുപ്പിൽ വെച്ച് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുക. തിളച്ചതിന് ശേഷം മാറ്റി വയ്ക്കുക. അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇനി വറ പൊട്ടിക്കുന്നതിനായി ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കടുകും ജീരകവും ഇട്ട് കൊടുക്കുക. പകുതി സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. തണുത്തതിന് ശേഷം അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പരിപ്പ് പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം വറ ഒഴിച്ചു കൊടുക്കുക. ചോറിനും ചപ്പാത്തിക്കും ഒരു അടിപൊളി പരിപ്പ് കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരിക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ, താങ്ക് യു.